അങ്ങനെ നമ്മൾ കമ്പനിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ലോക്കൽ ട്രിപ്പ് കിട്ടിയെന്നാണ്. ഈ കമ്പനി വന്ന സമയത്ത് നമുക്ക് 2 വണ്ടി കണ്ട്. നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ പഴയ ഒരു വണ്ടി ഉണ്ട്, അതിൻ്റെ സെയിം മോഡൽ വണ്ടിയാണ്. 2 സ്ട്രോക്ക് സൈക്കിൾ മോഡൽ. ചെറിയ എഞ്ചിൻ, ഒരു 100 cc ഉണ്ടോയെന്ന് സംശയമാണ്. ഇതിൻ്റെ ടാങ്ക് കണ്ടില്ലേ, ഇതാണ് ചെറിയൊരു ടാങ്കാണ് ഇവിടെ ചേസുമ്പോൾ തന്നെ. അതുപോലെ 2 വണ്ടിയുണ്ട് ഇവിടെ. ഇതിൻ്റെ അതിൻ്റെ സൈലൻസർ പറഞ്ഞാൽ M8-ൻ്റെ അതേ മോഡലുള്ള ചെറിയ സൈലൻസർ. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് വരാം. നമ്മളെ RX-100 കാറ്റ് സൈലൻസർ മോഡലുള്ള സൈലൻസറാണ് ഇതിൻ്റെ. ഇത് അൾട്ടോയിലാണോ ഡൗട്ടുണ്ട്. അല്ലേ, 2 സെയിം വണ്ടിയാണ്. ടോമോസ്. ഏത് കമ്പനിയാണെന്നുള്ള ഫ്ലെക്സർ. ഇതല്ലേ, ഫ്ലെക്സർ പറഞ്ഞൊരു കമ്പനീൻ്റെ വണ്ടിയാണ് വരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെൻസിൻ്റെ ഒരു ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൂട്ടിലും ഓടാം, അതേപോലെ ട്രാക്കിലും ഓടാം. ട്രാക്കിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ടിലും ഓടാം. ഇതിൻ്റെ വീലാണ് ട്രാക്കിൽ ഓടണേ, റെയിൽവേൻ്റെ ട്രാക്കിൽ ഓടണേ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കും. എന്നിട്ട് സാധാ ഇതിൽ നമുക്ക് റൂട്ട് മോടി ഓടിക്കാം. ഇത് ഒരുവിധം വലിയ കമ്പനിയിലൊക്കെ ഇതേപോലത്തെ നമ്മളെ റെയിൽവേൻ്റെ എൻജിൻ ഉണ്ടാവുക. റെയിൽവേ കൂടിയാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വലിയ ജർമ്മനിയിലൊക്കെ ഒരുപാട് കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ റെയിൽവേ ട്രാക്കും കാര്യങ്ങളും ഉണ്ടാവും. കണ്ടല്ലേ, അടിപൊളി. എത്ര ടാങ്ക് അതിന്? എയർ ടാങ്ക് 1, 2, 3, 4, 5. ബെൻസിൻ്റെ വണ്ടിയാണ്.